ചന്തയറിവ് കിഴക്കേ കല്ലട ചന്ത. കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലടയിലെയും പരിസരങ്ങളിലെയും ജനങ്ങളുടെ മുഖ്യ വിപണന കേന്ദ്രം കല്ലട ചന്തയായിരുന്നു. വയലിൽ ചന്ത എന്നുകൂടി ഇതറിയപ്പെട്ടു. നെൽപ്പാടങ്ങളുടെ കരയിലാണ് ചന്തയുടെ സ്ഥാനം എന്നതിനാലാണ് ഇങ്ങനെ പേര് വന്നത്. ദിവസവും രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ചന്ത രാത്രി 9-നാണ് അവസാനിക്കുക. കല്ലട, കൊടുവിള, മൺട്രോത്തുരുത്ത്, മുളവന, കൈതക്കോട് ഭാഗങ്ങളിൽ നിന്നും കർഷകർ നേരിട്ടെത്തിക്കുന്ന വിഭവങ്ങളും കൊടുവിള, ശിങ്കാരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കായൽ വിഭവങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന വിപണന വസ്തുക്കൾ. ദിവസച്ചന്തയിൽ മീനായിരുന്നു മുഖ്യ ഇനം. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ നടക്കുന്ന ആഴ്ച ചന്തയിൽ നാനാ വിഭവങ്ങൾ ചന്തയിലെത്തും. വിലപേശിയാണ് സാധനങ്ങൾ വാങ്ങുക. തൂക്ക സാധനങ്ങൾക്ക് വിലപേശൽ നടക്കില്ലെങ്കിലും അളവിൽ കൂടുതൽ കച്ചവടങ്ങൾ കൊടുക്കും. ഇതിനെ ചേഴം എന്ന് പറയുന്നു. നിരവധി തരം ചേമ്പുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വരാറുണ്ട്. സമീപത്തുള്ള ഒരു തറവാടിന്റെ സ്വകാര്യ ഭൂമിയിലാണ് ആഴ്ച ചന്ത നടന്നിരുന്നത്. ഓരോ വർഷത്തേക്കും ചന്ത സ്ഥലം ലേലത്തിന് നൽകുകയായിരുന്നു പതിവ്. ലേലക്കാരൻ വിൽപ്പനയ്ക്ക് വരുന്നവരിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കിയിരുന്നു. കൈച്ചുമട്, തലച്ചുമട്, വണ്ടിച്ചുമട് എന്നിങ്ങനെ സാധനങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കുന്ന മാർഗത്തിനനുസരിച്ചാണ് ചന്തപ്പണം വാങ്ങിയിരുന്നത്. നെല്ല്, കുത്തരി, പയറുവർഗ്ഗങ്ങൾ, പുളി, കാച്ചിൽ, കിഴങ്ങ്, ചേന, ചേമ്പ്, മുതിര, മാങ്ങ, തേങ്ങ, ചക്ക, വാഴക്കുല, അടയ്ക്ക, വെറ്റില, ചുണ്ണാമ്പ്, മരച്ചീനി, മുട്ട, കുട്ട, വട്ടി, പായ, തവി, മൺപാത്രങ്ങൾ, ചാന്ത്, മാല, വള, സിന്ദൂരം, കത്തികൾ, അങ്ങാടിമരുന്നുകൾ, കയർ, തുണിത്തരങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളും ചന്തയിൽ വിപണനത്തിനായി എത്തിയിരുന്നു. സാധനങ്ങൾക്ക് മതിപ്പുവില പറയുകയും വിലപേശി ഉറപ്പിച്ചും സാധനങ്ങൾ വാങ്ങുകയായിരുന്നു രീതി. റാത്തൽ അഥവാ ഒരു തൂക്കമായിരുന്നു മരച്ചീനി കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന മാനകം. കട്ടിയും ത്രാസും ഉപയോഗിച്ചാണ് തൂക്കി നൽകിയിരുന്നത്. വാളംപുളിയുടെ കാലത്ത് പുളിക്കൂടുകളായി തോട് പൊളിക്കാതെ ചന്തയിൽ എത്തിക്കുമായിരുന്നു. 1 കൊട്ട, അരക്കൊട്ട എന്ന കണക്കിലായിരുന്നു പുളിയുടെ വിൽപ്പന. കുരു കളഞ്ഞു ഉപ്പ് ചേർത്ത് ഇടിച്ച് ഉരുളകളാക്കിയ പുളിയും വിൽപ്പനയ്ക്കെത്തിയിരുന്നു. പുളിങ്കുരുവും ചന്തയിലെ ഒരു വിൽപ്പന ചരക്കായിരുന്നു. സ്ത്രീകളാണ് പൊതുവെ ഇത്തരം വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത്. വിവിധ തരത്തിലുള്ള ചേമ്പുകളും കാച്ചിലുകളും ചന്തയിൽ സുലഭമായിരുന്നു. സാധാരണ ചേമ്പ്, കൊളുമ്പിച്ചേമ്പ്, കല്ലൻ ചേമ്പ് തുടങ്ങി വിവിധ ചേമ്പിനങ്ങളും മണ്ണിനടിയിൽ വിളയുന്നവയും മരത്തിൽ പടർന്നു വിളയുന്നവയുമായ കാച്ചിൽ ഇനങ്ങളും ഇക്കൂട്ടത്തിൽ പെടുന്നു. കണ്ണൻ, ഞാലിപ്പൂവൻ, ഏത്തപ്പഴം തുടങ്ങിയ വാഴക്കുലകളുടെ വൈവിധ്യവും കല്ലട ചന്തയുടെ സവിശേഷതയായിരുന്നു. വാഴക്കന്നും വിൽപ്പനയ്ക്ക് വയ്ക്കുമായിരുന്നു. മുളപ്പിച്ച നെല്ലും തെങ്ങ്, അടയ്ക്കാമരം എന്നിവയുടെ തൈകളും ചന്തയിൽ നിന്നും വാങ്ങാൻ ലഭിച്ചിരുന്നു. ധാന്യങ്ങളുടെ നിരകൾക്ക് പിന്നിലായി മീൻ കച്ചവടവും അതിന് പിറകിലായി ഇറച്ചി കച്ചവടവും നടന്നിരുന്നു. ഈറ്റക്കുട്ടകളിൽ തലച്ചുമടായാണ് മീൻ ചന്തയിൽ എത്തിയിരുന്നത്. തലയിൽ മീൻവെള്ളം വീഴാതിരിക്കാനായി കുട്ടയുടെ കീഴിൽ കവുങ്ങിൻ പാളക്കഷ്ണം വയ്ക്കുമായിരുന്നു. കാള, പശു എന്നിവയുടെ ഇറച്ചിയാണ് സാധാരണയായി ചന്തയിൽ ലഭ്യമായിരുന്നത്. അപൂർവമായി ആട്, പോത്ത് എന്നിവയുടെ ഇറച്ചിയും ലഭിച്ചിരുന്നു. ഓല കൊണ്ട് മെടഞ്ഞ കൂടുകളിൽ തേക്കിലയിൽ പൊതിഞ്ഞാണ് ഇറച്ചി നൽകിയിരുന്നത്. പൈസ സൂക്ഷിക്കുന്നതിനായി തഴകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ചെറിയ പേഴ്സ് പോലുള്ള കൊരണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ചാള, പൊന്നാര, തെരണ്ടി, കോറഞ്ഞണ്ട്, കല്ലഞ്ഞണ്ട് എന്നിവയായിരുന്നു മത്സ്യവിപണിയിൽ എത്തിയിരുന്ന ഇനങ്ങൾ. അഷ്ടമുടി കായലിൽ നിന്ന് ലഭിക്കുന്ന കരിമീനായിരുന്നു ഏറ്റവും വിശിഷ്ടമായ മീൻ. നന്തൽ, ചൂട, കാരൽ, നാരൻകുഞ്ച്, പുലിക്കൊഞ്ച്, കണമ്പ്, പാര, എലപ്പാട്ടി, കുഴവാലി, മുയൽ, കണ്ണൻ, തേട്, ഞുണ്ണ, ചെമ്പല്ലി എന്നിവയായിരുന്നു മറ്റിനങ്ങൾ. കൈതോലുകൊണ്ടുണ്ടാക്കിയ അടുക്ക്, തഴപ്പായ, ഈറ്റ കൊണ്ടുണ്ടാക്കിയ കുട്ട, വട്ടി, അരിപ്പുകുട്ട, അരവെട്ടി, കൂലിക്കുട്ട, കയ്യാലക്കുട്ട എന്നിവയും ഈ പ്രദേശത്ത് തന്നെ നിർമ്മിച്ച് ചന്തയിൽ വിൽപ്പന നടത്തിയിരുന്നു. ഇതിനു പുറമെ കോഴിക്കൂട്, എലിപ്പത്തായം തുടങ്ങിയവയും പണിയായുധങ്ങളായ കുന്താലി, തൂമ്പ, നിലന്തല്ലി എന്നിവയും ഉലക്ക, അരകല്ല്, ചട്ടി, കലം, പിഞ്ഞാണം, കവടി, വസി മുതലായവയുടെയും വിൽപ്പന നടത്തിയിരുന്നു. കുട്ടികൾക്ക് അരയിൽ കെട്ടുന്നതിനുള്ള കറുപ്പും വെളുപ്പും വരകളുള്ള മൂരിക്കല്ല്, പാത്രങ്ങൾ, സോപ്പ്, ചീർപ്പ്, കണ്ണാടി തുടങ്ങി ഒട്ടുമിക്ക വിഭവങ്ങളും ചന്തയിൽ സുലഭമായിരുന്നു.
സ്വന്തം കവിതകളും ശ്ലോകങ്ങളും അച്ചടിയും അവ ഉച്ചത്തിൽ പാടി വിൽപ്പന നടത്തുന്ന ചില കവികളും അപൂർവമായി ചന്തയിൽ എത്താറുണ്ട്. ഏതെങ്കിലും പ്രാദേശിക സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം രചനകൾക്ക് പലപ്പോഴും രമണൻ മട്ടാണ് ഈണമാക്കിയിരുന്നത്. ഒരു പ്രദേശത്തിന് ആവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങളുടെയും വിൽപ്പന കേന്ദ്രമായിരുന്നു കിഴക്കേ കല്ലട ചന്ത.